ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ധ്യാനയോഗം 24-ാമത്തെ ശ്ലോകവും 25-ാമത്തെ ശ്ലോകവും ഒരുമിച്ചാണ് ചൊല്ലുന്നത്. 24-ാമത്തെ ശ്ലോകം. സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷത മനസേവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തത. മലയാളം. സങ്കൽപ്പമൂലമാം കാമസംഗത്തെയൊഴിവാക്കുക, കരണങ്ങളെ ചിത്തത്താൽ വിഷയം വിട്ടു നിർത്തുക. 25-ാമത്തെ ശ്ലോകം. ശനൈ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിദപി ചിന്തയേത്. മലയാളം. ചലിച്ചിടുന്നൊരീ ചിത്തം ചലിക്കും മുമ്പ് യജ്ഞത സ്ഥിരപ്പെടുത്തി ആത്മാവിൽ വശമായി നിലനിർത്തുക. ധ്യാനത്തെപ്പറ്റി ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. ധ്യാനം അഭ്യസിക്കേണ്ടതാണ്. അത് ഒരു തമാശ രൂപത്തിലല്ല, വളരെ ഗൗരവമായി തന്നെ ചെയ്യണം. അതിൽ യാതൊരു ആലസ്യവും പാടില്ല. ഇന്ന് വേണോ വേണ്ടയോ എന്ന് വിചാരിച്ചല്ല ചെയ്യേണ്ടത്. നല്ല ദൃഢനിശ്ചയത്തോടെ വളരെ ഉത്സാഹത്തോടെ ഇതിനു വേണ്ടി പ്രയത്നിക്കണം. ഇതാണ് പറയുന്നത്. ഇനി ബുദ്ധിക്ക് നല്ല ഉറപ്പും മനസ്സിന് നല്ല സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ അസദ് വസ്തുക്കളിൽ നിന്ന് മാറി നമുക്ക് സദ്വസ്തുവിലേക്ക് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ സദ്വസ്തുവിലേക്ക് ചേരാനായിട്ട് സാധിക്കുള്ളൂ. അതിനുള്ള പ്രയത്നമാണ് എന്ത്? ധ്യാനം. അപ്പോൾ ഈ യോഗ പരിശീലനം വഴി, ധ്യാനം വഴി നമുക്ക് ചിത്തവൃത്തികൾ മുഴുവനും പൂർണ്ണമായിട്ടും അടക്കാൻ പറ്റും. ആത്മാനുഭൂതി കിട്ടും. ആ ആത്മാനുഭൂതി ഒരു ആനന്ദ നിർവൃതിയിൽ നമ്മളെ എത്തിക്കും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന് വേണ്ട 2-3 ഒരു പ്രായോഗിക നിർദ്ദേശങ്ങൾ, അതായത് നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവിടെ എത്താം എന്നും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ കാമങ്ങളെയും വിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കി ഒന്നും ബാക്കി വയ്ക്കരുത്, മുഴുവനായിട്ട് ഉപേക്ഷിക്കണം. അങ്ങനെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അടക്കണം. സങ്കല്പ പ്രഭവാൻ സർവാൻ കാമാൻ അശേഷതഃ ത്യക്ത്വാ സമന്തതഃ ഇന്ദ്രിയഗ്രാമം മനസായേവ വിനിയമ്യ. സങ്കല്പങ്ങളിൽ നിന്നാണ് ഈ കാമങ്ങളെല്ലാം ജനിക്കുന്നത്. അങ്ങനെയുള്ള സർവാൻ കാമാൻ, എല്ലാ കാമങ്ങളെയും അശേഷതഃ ത്യക്ത്വാ നിശേഷം വെടിഞ്ഞ് സമന്തതഃ ഇന്ദ്രിയഗ്രാമം അങ്ങിങ്ങായിട്ട് അലഞ്ഞു തിരിയുന്ന ഇന്ദ്രിയങ്ങളെയെല്ലാം മനസായേവ വിനിയമ്യ മനസ്സുകൊണ്ട് അടക്കി. ഇനി 2-ാമത്തെ പദ്യം. ശനേഹി ശനേഹി ഉപരമേത്, മെല്ലെ മെല്ലെ അന്തരാത്മാവിലേക്ക് എത്തണം. ധൃതി ഗൃഹീതയാ ബുദ്ധ്യ മനഃ ആത്മസംസ്ഥം കൃത്വ കിഞ്ചിദപി ന ചിന്തയേത്. വിവേകബലമുള്ള ബുദ്ധി കൊണ്ട് മനസ്സിനെ ഈ ആത്മസ്വരൂപത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും മറ്റൊന്നിനെ പറ്റിയും നാം ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആയാൽ മാത്രമേ മനസ്സിന് എന്ത് കിട്ടുള്ളൂ? ശാന്തമാവുള്ളൂ. മനസ്സ് ശാന്തമായാലേ സന്തോഷം കിട്ടുള്ളൂ. അത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, മനസ്സ് സന്തോഷിച്ചാൽ മാത്രമേ ധ്യാനത്തിന് ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏകാഗ്രത കിട്ടുള്ളൂ. ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ചെറിയൊരു കണിക പോലും മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ യോഗസിദ്ധി കൈവരിക്കണം എനിക്ക് എന്നുള്ള ആഗ്രഹം കൂടെ ഒഴിവാക്കണം എന്നാണ്. അപ്പം ഇങ്ങനെ ആണെങ്കിൽ യോഗസിദ്ധിക്ക് കാമത്യാഗം അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ യാതൊരു നേട്ടങ്ങളും വേണ്ടി, വിജയങ്ങളൊന്നും വേണ്ടി, എനിക്ക് യാതൊരു ഇച്ഛയൊന്നും പാടില്ലേ, ഉത്സാഹവും ഒന്നും പാടില്ലേ, ഇതെല്ലാം ഇല്ലാതെയാക്കാമെന്നാണോ അർത്ഥം എന്ന് ചിലപ്പോൾ ഒരു സംശയം വന്നേക്കാം നമുക്ക്. അങ്ങനെയല്ല. സങ്കല്പങ്ങളിൽ നിന്നാണ് ഈ കാമങ്ങളെല്ലാം ഉണ്ടാവുന്നത്. എല്ലാം സങ്കല്പങ്ങളാണ്, ആഗ്രഹങ്ങൾ. ഈ നമ്മളുടെ പുതിയതായിട്ട് നമ്മൾക്ക് എന്നും തന്നെ ദിവസേന തോന്നുന്ന ആഗ്രഹങ്ങൾ, എന്നും നമുക്കെന്ന് ആഗ്രഹത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാതെ എന്നും പുതിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
അതാരാണ് ഉണ്ടാക്കിയത്? സങ്കല്പങ്ങളാണ്. നമ്മൾ സങ്കല്പിച്ച് ഉണ്ടാക്കുന്നതാണ് ആഗ്രഹങ്ങൾ എങ്കിൽ നമ്മളല്ലേ ഉണ്ടാക്കിയത്. അപ്പം നമുക്കതിനെ നശിപ്പിക്കാനും കഴിയും. ആ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആ സങ്കല്പം കൊണ്ടുണ്ടായ ആഗ്രഹങ്ങൾ മുഴുവനായിട്ടും തുടച്ചു നീക്കാനും നമുക്ക് തന്നെ സാധിക്കും. ആരാ ഉണ്ടാക്കിയത്? നമ്മൾ. അപ്പം നമുക്ക് തന്നെ വേണമെന്ന് വിചാരിച്ചാൽ അത് ഇല്ലാതാക്കാനും കഴിയും. അപ്പം ഭഗവാനിലേക്ക് നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സവികൽപ്പ സമാധി എന്നൊക്കെ പറയുന്ന പോലെ പരമാനന്ദത്തിലെത്തണം നമുക്ക്. അതിന് യാതൊരാഗ്രഹവും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഇന്ദ്രിയഗ്രാമേഹി സമന്തതഃ ഇന്ദ്രിയഗ്രാമം എന്നാണ്. അപ്പോൾ ഇന്ദ്രിയഗ്രാമം എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഈ ഇന്ദ്രിയങ്ങളെ മുഴുവനും നമ്മൾ മനസ്സുകൊണ്ട് അടക്കണം. അലഞ്ഞു തിരിയാണ്, എപ്പോഴും പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും മനസ്സിനെ. ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രിയങ്ങളിങ്ങനെ പല തരത്തിലുള്ള വഴികളിലൂടെയും സഞ്ചരിപ്പിക്കാൻ നോക്കും മനസ്സിനെ. പക്ഷേ വേണ്ട, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്താണെങ്കിലും ശരി, വേണ്ട, എനിക്ക് വേണ്ട, ഇന്ദ്രിയങ്ങളെയെല്ലാം ഞാൻ അടക്കുന്നു. അങ്ങനെയാണ് ഒരു യോഗി. അപ്പം അങ്ങനെയുള്ള ഒരു യോഗിയുടെ ഒരു കഥയാണ് പറയുന്നത്. അതായത് യോഗിയാണ് അങ്ങനെയുള്ള തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഞാൻ എൻ്റെ എന്ന ചിന്തയാണ് നമുക്കെപ്പോഴും. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ കുട്ടികൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ വസ്തുക്കൾ, സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം എൻ്റെ. ഇപ്പം ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുമ്പോൾ നമ്മുടെ നെഞ്ഞത്താണ് കൈവയ്ക്കുന്നത്. ശരിക്കും നെഞ്ചുഭാഗത്താണോ ഈ ഞാനിരിക്കുന്നത്? അല്ല, അങ്ങനെയൊന്നുമില്ല. മനസ്സ് അവിടെയാണെന്ന് അറിയാതെ തന്നെ നമ്മൾ സങ്കല്പിച്ച് പോവുകയാണ്. അപ്പോൾ ആ വിവേകബുദ്ധി കൊണ്ട് നമ്മൾ ഈ മനസ്സിനെ തൻ്റെ ആത്മസ്വരൂപത്തിലേക്ക് എത്തിക്കണം, ഭഗവാനിലേക്ക് എത്തിക്കണം. പിന്നീട് യാതൊരു സങ്കല്പവും ഉണ്ടാവാൻ പാടില്ല. സങ്കല്പങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ ആഗ്രഹങ്ങളെ മുഴുവനും നശിപ്പിച്ച് മറ്റൊരു സങ്കല്പം, അതായത് എന്താണ് വേറെ സങ്കല്പം എന്ന് പറയണത്? ഭഗവാനാണ്. കാരണം നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ പല കാര്യങ്ങളിലായിരിക്കുമല്ലേ ഇൻട്രസ്റ്റ്. അപ്പോൾ കുട്ടികളുടെ ചിന്ത ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവരെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന, അവർ ചെയ്യുന്ന, ഇപ്പോൾ കളിക്കുകയാണ്, തിരുതകൃതിയായിട്ട് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നാളത്തേക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരണം. കുട്ടി യാതൊരു കാരണവശാലും അവരുടെ കളി കഴിഞ്ഞാൽ പോലും ഇൻട്രസ്റ്റ് എന്തിനാണ്? അവർക്ക് വീണ്ടും കളിക്കാനാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരണം. നമ്മൾക്ക് വേറൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ രസകരങ്ങളായിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടാവണം അവരെ അട്രാക്റ്റ് ചെയ്യുന്നത്. അവരെ ആകർഷിക്കുന്ന ഒരു കാര്യം അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ ആ കളി നിർത്തി ഇതിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഒന്നാമത് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും അത് കളി രൂപത്തിൽ, തമാശ രൂപത്തിലൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികളുടെ തലയിൽ എത്തുകയും ചെയ്യും, അവരുടെ മനസ്സിലെത്തും. അവർക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല. ഞാൻ എൻ്റെ കൊച്ചുമോനെയൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവൻ കളിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മെല്ലെ ചെറുതായിട്ട് മാത്സിലെ ടേബിൾസും പ്രൈം നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ മെല്ലെ കൊടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ കളി അവിടെ മുടങ്ങൊന്നുമില്ല. കുത്തിയിരുന്ന് ഞാൻ കുട്ടികളോടും പറയും, എപ്പോഴും നമ്മൾ മാത്സ് പഠിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടിരിക്കരുത്, മാത്സ് വെച്ച് കളിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്ന് നോക്കൂ. അപ്പം നമുക്ക് വേഗം പഠിക്കും. കാരണം അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് തിരിയും. മറ്റുള്ളതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സ് വിട്ട് ഇതിലേക്ക് തിരിയും. അങ്ങനെ ആഗ്രഹങ്ങൾ മുഴുവനും നീങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് വളരെ ശക്തമാവും. ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വലിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും ഇന്ദ്രിയങ്ങൾ കഠിനമായി പ്രയത്നിക്കും നമ്മളെ ഇതിൽ നിന്ന് വിടുവിക്കാൻ. പക്ഷേ നമ്മൾ ഇന്ദ്രിയങ്ങളെ വിടുവിച്ച് ഈ എന്തിനോടാണ് അടുക്കേണ്ടത്? ഭഗവാനോട് അടുക്കണം. ആ ഭഗവാനോട് അതാണ് ഭക്തിരസം. അപ്പോൾ ആ ഭക്തിരസത്തിൻ്റെ ചാറ് നമ്മൾ കുറേശ്ശെ ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ ഇന്ദ്രിയങ്ങളോട് ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ ബന്ധുക്കളോ
ഒക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും, അത്രയും കാലം ചങ്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയണ പോലെ അത്രയും ഫ്രണ്ട്സായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും കാരണം, ബന്ധുക്കളും ആവാട്ടോ, എന്തെങ്കിലും കാരണവശാൽ നിരന്തരമായിട്ട് നമ്മൾക്ക് അവരിൽ നിന്ന് ദോഷം മാത്രം കിട്ടുകയാണെങ്കിൽ നമ്മൾ മെല്ലെ അവരെ വെറുക്കാൻ തുടങ്ങും. അവൻ എപ്പോഴും അങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ അവിടെ നമ്മൾക്ക് പിന്നീട് അവരോട് യാതൊരു ഇഷ്ടവും തോന്നില്ല, അവരെ വെറുത്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ആരെയാണ് വെറുക്കേണ്ടത്? ഇന്ദ്രിയങ്ങളെ. ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നിയത് എങ്കിലും, അപ്പോൾ എന്താണ് ഇവിടെ വെറുക്കുക എന്ന് പറയണതും ആദ്യം നമ്മൾ നല്ല ഫ്രണ്ട്സായിരുന്നു എന്ന് പറയണത് എല്ലാം സങ്കല്പങ്ങളാണ്. ആദ്യമുണ്ടായിരുന്ന സങ്കല്പത്തെ മാറ്റിമറിച്ച് രണ്ടാമതൊരു പുതിയ സങ്കല്പം അവിടെ വരികയാണ് ചെയ്തത്. അതേപോലെ ഇവിടെ ഇന്ദ്രിയങ്ങളെ മുഴുവനും കളഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ ഒന്നിനെ പറ്റിയിട്ടും ഞാൻ ചിന്തിക്കാൻ പോകുന്നില്ല. അത്രയും എത്തിക്കഴിഞ്ഞാൽ മനസ്സ് ക്ലിയറായി, പൂർണ്ണമായിട്ടും ക്ലിയറായി കഴിഞ്ഞാൽ ഇനിയും വന്നുകൊണ്ടേ ഇരിക്കട്ടോ. നമ്മൾ ശാന്തമായിട്ട് ഒഴുകുന്ന നദിയിൽ പെട്ടെന്ന് കൊളിളക്കം വരിക എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് നമ്മൾ ഏകദേശം പരമാനന്ദ സ്വരൂപത്തിൻ്റെ അടുത്തെത്തി. ഇനി എന്ത് മാത്രമേ ഉള്ളൂ, വാതിലിൻ്റെ തൊട്ടടുത്തെത്തി. ഇനി മുട്ടുക, ഭഗവാൻ വാതിൽ തുറന്നു തരിക, അത്രേ വേണ്ടൂ. അവിടെ എത്താനായി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും പിന്നെന്ന് വലിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കരുത്. ഇങ്ങനെ ഭഗവാൻ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, ഭഗവാൻ നമ്മളെ നോക്കിക്കോളും. പക്ഷെ ആ തലത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മൾ മനസ്സിനെ മുഴുവനായിട്ടും നിയന്ത്രിച്ച് അങ്ങനെ ഒരു രൂപത്തിലേക്ക് ധ്യാനിക്കാനായിട്ട്, ധ്യാനം കൊണ്ടേ പറ്റുള്ളൂ, ധ്യാനം കൊണ്ട് മാത്രമേ ഇത് നേടാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ നമ്മളെ അപ്പോൾ ഒരു ധ്യാനയോഗിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അവിടെ കൊടുക്കുകയാണ്, ഈ 2 ശ്ലോകങ്ങളിലായിട്ട് കൊടുക്കുകയാണ്. ഇനി വീണ്ടും അടുത്ത ശ്ലോകത്തിൽ ഒരു സാധകൻ മനസ്സിപ്പോൾ വിട്ടു, ഇന്ദ്രിയങ്ങളെയൊക്കെ വിട്ട് വളരെ ശാന്തമായിട്ടുള്ള മനസ്സാണ്. അതിൽ നിന്ന് ഇനി എന്താണ് ഇനി വീണ്ടും ചെയ്യേണ്ടത് എന്നുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. 26-ാമത്തെ ശ്ലോകം. യദോ യദോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തദത്തദോ നിയമേതത് ആത്മന്യേവ വശം നയേത്. 25-ാമത്തെ പദ്യം മലയാളം ഒന്നും കൂടെ ചൊല്ലാം. 26-ാമത്തെ ശ്ലോകമാണ് തോന്നുന്നു അവിടെ ചൊല്ലിയത്. ധീരനായി ബുദ്ധി കൊണ്ടിന്നീ മാനസം പിന്തിരിക്കുക, ശാന്തനായി തന്നിലർപ്പിച്ചു ചിന്തയെല്ലാം അകറ്റുക. ഇത് 25-ാമത്തെ ശ്ലോകത്തിൻ്റെ മലയാളമായിരുന്നു. 26-ാമത്തെ. ചലിച്ചിടുന്നൊരീ ചിത്തം ചലിക്കും മുമ്പ് യജ്ഞത്താൽ സ്ഥിരപ്പെടുത്തി ആത്മാവിൽ വശമായി നിലനിർത്തുക. യദോ യദോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം. ചഞ്ചലം അസ്ഥിരം മനഃ യതഃ യതഃ നിശ്ചരതി തതഃ തതഃ ഏതത് നിയമ്യ ആത്മനി ഏവം വശം നയേത്. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനസ്സ്. അസ്ഥിരം മനഃ, ഒന്നിലും ഉറച്ചു നിൽക്കാത്തതാണ്. യതഃ യതഃ നിശ്ചരതി, ഏതേത് വിഷയത്തിലേക്കാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്, തതഃ തതഃ, ആ വിഷയത്തിൽ നിന്നെല്ലാം ഏതത് നിയമ്യ, മുഴുവനായിട്ടും പിന്തിരിപ്പിച്ച്, നമ്മൾ വേരോടെ പിഴുതെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ മുഴുവനായിട്ടും പിന്തിരിപ്പിച്ച് ആത്മനി ഏവം വശം നയേത്, സ്വാധീനത്തിൽ കൊണ്ടുവന്ന് ആത്മാവിൽ തന്നെ ഉറപ്പിക്കണം. അപ്പോൾ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ പറഞ്ഞത് ഒന്നും കൂടെ പറയാണ്. ഇങ്ങനെ മനസ്സിനെ സ്വാധീനിച്ച് നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എന്തായിരിക്കും, നമുക്ക് സ്വാഭാവികമായിട്ടും പഠിച്ചു മാർക്ക് കിട്ടുന്നില്ല പറയുന്ന പോലെ നമുക്ക് സ്വാഭാവികമായിട്ടും നിരാശ വരും. ആ നിരാശ വരുമ്പോൾ, കാരണം അത് മനസ്സിൻ്റെ സ്വഭാവമാണ്, എപ്പോഴും ചഞ്ചലാണ്, അസ്ഥിരമാണ്. അത് ആത്മാവിൽ അടങ്ങി നിൽക്കട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അനുസരിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മളുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് അവിടെ പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നത്. അത് അനക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് പിന്നെയും ഇന്ദ്രിയങ്ങളെ
ഇളക്കിക്കൊണ്ട് വരുന്നത്. അതായത് നമ്മൾ ധ്യാനിക്കാനിരിക്കുകയാണ്, എല്ലാം ഒഴിവാക്കി ധ്യാനിക്കാനിരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ ബാക്കിയുണ്ടാവാം, വിഷയങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ എന്തിലെങ്കിലും എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആത്മസാക്ഷാത്കാരം നേടണം എന്നുള്ള ആഗ്രഹമുണ്ട്, രണ്ടുമുണ്ട്. പക്ഷെ പറ്റുന്നില്ല, എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിരാശയൊന്നും വേണ്ട. അങ്ങിങ്ങ് അലഞ്ഞു തിരിയുക എന്നുള്ളത് മനസ്സിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. അത് ഒഴിവാക്കാനാണ് ധ്യാനം. അപ്പോൾ മനസ്സ് അസ്ഥിരമാണെങ്കിൽ, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഒരു സാധകൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതൊരു വസ്തുവിലേക്ക് വഴുതി പോവുകയാണെങ്കിലും മനസ്സിനെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്താ പറ്റുള്ളൂ? ആരെങ്കിലും അവിടെ സ്ട്രോങ് ആയിട്ട് വേണം അല്ലേ? അപ്പോൾ അതിലേക്ക് നമുക്ക് എത്തിക്കാം. അതിനാണ് ആത്മസ്വരൂപം. അപ്പോൾ അതിലേക്ക് നമ്മളുടെ മനസ്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. മെല്ലെ മെല്ലെ അത് മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും, ഇതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ എവിടെയൊക്കെ മനസ്സ് മറ്റ് വിഷയങ്ങളിലേക്ക് തിരിയുന്നുണ്ടോ അതിനെ മെല്ലെ മെല്ലെ, എപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ കടിഞ്ഞാണിടുന്ന പോലെ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് തന്നെ വലിച്ചുകൊണ്ടിരിക്കുക, ആത്മധ്യാനത്തിൽ വിനിയോഗിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആത്മധ്യാനത്തിൽ മനസ്സിനെ വിനിയോഗിച്ചാൽ എന്താണ് പ്രയോജനം എന്നുള്ളത് 27ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. അപ്പോൾ മനസ്സിനെ നമ്മൾ എപ്പോഴും ഏത് ഇന്ദ്രിയങ്ങൾ പിടിച്ചു വലിക്കാൻ നോക്കിയാലും അതിൽ നിന്നെല്ലാം ഒഴിവാക്കി ഈ ആത്മധ്യാനം അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് പരിശ്രമിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്. 7ാമത്തെ ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പിതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയവാസ വിഷ്ണോ.